നാടിനൊപ്പമല്ല, നാടിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് പ്രവാസ ലോകം. ഓണാഘോഷത്തിൻ്റെ കാര്യത്തിലും ഇതിൽ വ്യത്യസ്തത ഒന്നുമില്ല. തിരുവോണനാളിൽ വലിയ തോതിലായിരുന്നു ആഘോഷ പരിപാടികൾ. ദുബൈ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നടന്ന അക്കാഫ് അസോസിയേഷൻ്റെ ഓണാഘോഷത്തെക്കുറിച്ചാണ് ഇനി. ഒന്നിനും ഒരു കുറവുമില്ല. കടലിനിക്കരെ ചേക്കേറിയ മനുഷ്യർ നാടിനെ എത്രമാത്രം നെഞ്ചേറ്റുന്നു എന്നതിന്റെ വിളംബരം കൂടിയാണ് ഇത്. കേരളത്തിലെ എണ്ണമറ്റ കോളേജ് അലുമിനി കൂട്ടായ്മകളുടെ UAE-യിലെ പൊതുവേദിയായ അക്കാഫ് അസോസിയേഷനാണ് ദുബൈയിൽ ഈ വേറിട്ട ഓണാഘോഷമൊരുക്കിയത്. പൂക്കള മത്സരത്തോടെയായിരുന്നു തുടക്കം. സൂക്ഷ്മ സർഗാത്മകതയുടെ നിറച്ചാർത്തുകളുടെ മത്സരവേദി. പ്രധാന വേദിയിൽ മലയാളി മങ്ക പുരുഷ കേസരി മത്സരങ്ങൾ പൊടിപൊടിക്കുകയാണ്. ഇതിനു പുറമെ കുട്ടികൾക്കായി നിരവധി മത്സരങ്ങൾ വേറെയും. കേരളത്തിൽ ഇത്രയും ഒരു വൈവിധ്യമാർന്ന ആഘോഷമില്ലല്ലോ. അതുപോലെ നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മയോടെ ആഘോഷിക്കുന്നില്ല. അവിടെ നമ്മൾ നമ്മുടെ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോകും, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഇവിടെ സംബന്ധിച്ചോളം ഇവിടെ നമുക്ക് എല്ലാവരെയും കാണാനുള്ള കോളേജിൻ്റെ കൂടെയുള്ള ആഘോഷം, പിന്നെ നമ്മൾ ഓരോ റീജിയൻ വൈസുള്ള ആഘോഷം, ഓരോ ജില്ല തിരിഞ്ഞുള്ള ആഘോഷം. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെയാണ്. നമ്മൾ രണ്ട് സ്ഥലത്തും ആഘോഷിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ദുബായ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പരിമിതികളിൽ നിന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ഓണാഘോഷിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് നാട്ടിലത്ര സൗകര്യങ്ങളില്ലെങ്കിലും ഇവിടെ നമ്മൾ ചുറ്റുപാടും വെച്ചിട്ട് നമ്മൾ മാക്സിമം തന്നെ അടിപൊളിയായിട്ട് ഓണാഘോഷിക്കുന്നുണ്ട്. നമുക്കങ്ങനെ മിസ് ചെയ്യുന്നില്ല. മാതൃവന്ദനം എന്ന പരിപാടിയായിരുന്നു മറ്റൊരിനം. പ്രവാസ ലോകത്ത് കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 26 അമ്മമാരെ നാട്ടിൽ നിന്ന് ദുബൈയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അമ്മമാർക്ക് മാത്രമല്ല, അവരുടെ മക്കൾക്കും ഇത് നല്ലൊരു ഓണസമ്മാനം തന്നെയായി. എൻ്റെ മക്കൾ ഇത്രയും വർഷം 10-18 വർഷം ഇവിടെ കഷ്ടപ്പെട്ട സ്ഥലമാണോ എന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലേക്ക് സന്തോഷവും സങ്കടവും രണ്ടും ഉണ്ട്. എന്താ ഇപ്പോൾ പറയണതെന്ന് എനിക്കറിയില്ല. മോനെ കാണും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഓന് അങ്ങനെ ഒരു വരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. അത് കാരണം ഓന് വരും ഞാൻ കരുതിയിട്ടില്ല. എന്നോട് പറഞ്ഞത് പിന്നെ മോൻ്റെ കോളുണ്ട്, ഞാൻ തരാം, പിന്നെ ഫോണ് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് വാഷ് ചെയ്യാൻ കൊണ്ടുപോയത്. പക്ഷേ ഓന് കണ്ടപ്പോൾ ഞാൻ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. ഇക്കുറി ഗൾഫിലെ വാരാന്ത്യ ദിനം തിരുവോണം എത്തിയതും വലിയ നേട്ടമായി. മനസ്സറിഞ്ഞ് ആഘോഷത്തിന്റെ ഭാഗമായി മാറാൻ കുടുംബങ്ങൾക്ക് ഇത് അവസരമൊരുക്കി. 10,000 പേർ ഓണസദ്യയിൽ പങ്കുചേർന്നു. വൈകിട്ടാണ് ദുബൈ വേൾഡ് ട്രേഡ് സെന്ററിനെ ഇളക്കിമറിച്ച് സാംസ്കാരിക ഘോഷയാത്ര അരങ്ങേറിയത്. 40-ലേറെ കോളേജ് അലുമിനികളാണ് ഇതിൽ മാറ്റുരച്ചത്. പരിമിതികൾക്കുള്ളിലും കേരളത്തിന്റെ മുദ്രകളും കലാവിഷ്കാരങ്ങളും ചേർന്നൊരു സാംസ്കാരിക ഉത്സവം. അറബ് പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ അതിശയത്തോടെയാണ് ഇത് വീക്ഷിച്ചത്. അക്കാഫ് അസോസിയേഷൻ ഒരുക്കിയ ഓണാഘോഷം എല്ലാവർക്കും നല്ല ഓർമ്മകൾ തന്നെയാണ് സമ്മാനിച്ചത്. മലയാളികൾ എവിടെ പോയാലും ഓണം ആഘോഷിക്കണം. അപ്പോൾ അവർക്ക് എവിടെ ചെന്നാലും ഓണം ഉണ്ടെങ്കിൽ അവിടെ ഒരു കേരളം ഉള്ളൂ എന്നുള്ളൊരു അവസ്ഥയാണ്. ഇപ്പോൾ ഇവിടെ ദുബായിൽ വന്നിട്ടുള്ള ആൾക്കാർ, അല്ലെ UAE-യിലുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ പുറമുള്ള നാഷണാലിറ്റികൾ പറയുന്ന കേൾക്കാം ഇവിടെയാണ് കേരളം മൊത്തം ഇവിടെയാണെന്ന്. അപ്പോൾ ആ കേരളം കംപ്ലീറ്റ് ആണെങ്കിൽ ഇവിടെ ഒരു ഓണം കൂടെ സെലിബ്രേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലീഷൻ കിട്ടിയെന്നുള്ളൂ. മുമ്പ് ഞാൻ കേരളത്തിൽ പോയപ്പോൾ ഓണം കണ്ടതിനേക്കാളൊക്കെ വളരെ വിപുലമായ രീതിയിലാണ് ഇവിടെ ഓണം. നമ്മുടെ നാട്ടിൻപുറത്താണെങ്കിൽ പോലും ഒരു ഓണം എല്ലാവരും കൂടെ കൂടുമ്പോൾ ഈ പറയുന്ന പോലെ ഇത്രയും ആൾക്കാരൊന്നും വരത്തില്ല. ഈ ഒരു ആവേശം ഞാൻ കണ്ടില്ല ഇവിടെ. പക്ഷേ നെഞ്ചി കൊണ്ടിടന്നിട്ടുള്ള ആവേശം മുഴുവൻ പുറത്തെടുക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇവിടെ എനിക്ക് തോന്നുന്നത്. പ്രവാസ ലോകത്ത് ഓണാഘോഷം ആരംഭിച്ചിട്ടേയുള്ളൂ. ഡിസംബർ വരെയെങ്കിലും വാരാന്ത്യ ദിനങ്ങളിൽ ആഘോഷ പരിപാടികൾ തുടരും. അതാണല്ലോ ഓണത്തിന്റെ ഗൾഫ് സ്റ്റൈലും പതിവ് രീതിയും. വീക്കെൻഡ് അറേബ്യയിൽ ചെറിയൊരു ഇടവേള. ഉടൻ തിരിച്ചെത്തും.